ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഒരു മഷ്റൂം തോരൻ്റെ റെസിപ്പിയാണ്. ഒരു മസ്റ്റ് ട്രൈ റെസിപ്പി തന്നെയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വെൽക്കം ടു മൈ ചാനൽ. ഈ മഷ്റൂം തോരൻ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ചൂടായ കടായിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പം 1 ടീസ്പൂൺ കടുക് ആഡ് ചെയ്ത് കൊടുക്കാം. കടുക് പൊട്ടിയ ശേഷം ഇതിലേക്ക് 1/2 ഇഞ്ച് വലിപ്പമുള്ള ഇഞ്ചി ആഡ് ചെയ്ത് കൊടുക്കാം. 6 അല്ലി വെളുത്തുള്ളി ചെറുതായി ചോപ്പ് ചെയ്തത് ആഡ് ചെയ്യാം. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും ഗോൾഡൻ ബ്രൗൺ കളറായി തുടങ്ങുന്നത് വരെ വഴറ്റാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചോപ്പ് ചെയ്തത് ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് 10 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം സവാളയും ചെറിയുള്ളിയും ഒന്ന് വാടി തുടങ്ങുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഇനി 3 വറ്റൽമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ചെറിയുള്ളിയും സവാളയും ഒക്കെ ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ച ശേഷം ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണോളം തന്നെ കുരുമുളക് പൊടിയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ജീരകപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ പെരുംജീരകപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി മസാലകളൊക്കെ പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് അതായത് 250 ഗ്രാം തേങ്ങ ചിരകിയത് ആഡ് ചെയ്യാം. ശേഷം ഒരു 2 മിനിറ്റ് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 450 ഗ്രാം കൂണ് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത ശേഷം മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റോളം ഇത് അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. കൂണ് 10 മിനിറ്റ് കൊണ്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് രുചികരമായ കൂണ് തോരൻ സെർവ് ചെയ്യാം. ഞാൻ ഇന്ന് പ്രിപ്പയർ ചെയ്ത മഷ്റൂമിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. എന്തായാലും പ്രിപ്പയർ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആ ബെൽ ബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം. അപ്പോൾ ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.